ഒരു പ്രഭാതത്തിൽ ഒരു സന്യാസി കുളിക്കാൻ നദിക്കരിയിലെത്തുമ്പോൾ ഒരു തേൾ നദിയിൽ വീണ് കിടക്കുന്നത് കണ്ടു. സന്യാസിയുടെ ഹൃദയം കരുണയാൽ നിറഞ്ഞു. ഇതിനെ രക്ഷിക്കാതെ നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല, അദ്ദേഹം ചിന്തിച്ചു. സന്യാസി തേളിനെ എടുത്ത് കരയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നാൽ അതേസമയം തേൾ സന്യാസിയുടെ കയ്യിൽ കുത്തി. വേദന കൊണ്ട് സന്യാസി കൈവലിച്ചു. തേൾ പിന്നെയും വെള്ളത്തിൽ വീണു. സന്യാസിയുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല. വീണ്ടും ശ്രമിച്ചു. സന്യാസി പറഞ്ഞു, നിന്നെ രക്ഷിക്കാനാണ് ഞാനിത് ചെയ്യുന്നത്. നീ അത് മനസ്സിലാക്കാത്തിടത്തോളം ഞാൻ ഈ പരിശ്രമം നിർത്താൻ പോകുന്നില്ല. തേൾ സന്യാസിയെ വീണ്ടും കുത്തി. എത്ര കുത്തു കിട്ടിയിട്ടും എത്ര വേദന ഉണ്ടായിട്ടും സന്യാസി നിർത്തിയില്ല. കരുണയുടെ ഉറച്ച രൂപം പോലെ നിന്നു. അകലെ നിന്ന ശിഷ്യന്മാർ ആശങ്കയോടെ വിളിച്ചു, ഗുരുവേ, അതിന്റെ പാട്ടിന് വിട്ടേക്കും. സന്യാസി കൈ ഉയർത്തി, നിങ്ങൾ മൗനമായിരിക്കൂ, ഞാൻ എന്റെ സ്വഭാവം മറക്കില്ല. അവസാനം ആ തേളിനെ സന്യാസി സുരക്ഷിതമായി കരയിലെത്തിച്ചു. സന്യാസിയുടെ കൈ തേളിന്റെ കുത്തേറ്റ് ചുവന്നു തടിച്ചു. ശിഷ്യന്മാർ അതൊരു തുണി കൊണ്ട് കെട്ടി ഗുരുവിനെ സുരക്ഷിതനാക്കി. ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരു, ആ തേൾ നിങ്ങളെ എത്ര തവണ കുത്തിയിട്ടും നിങ്ങൾ അതിനെ രക്ഷിച്ചത് എന്തിനാണ്? സന്യാസി പറഞ്ഞു, തേളിന്റെ പൊതു സ്വഭാവം കുത്തുക എന്നുള്ളതാണ്. പക്ഷെ എന്റെ സ്വഭാവം രക്ഷിക്കുക എന്നതാണ്. അത് അതിന്റെ സ്വഭാവം മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്തിന് എന്റെ സ്വഭാവം മാറ്റണം? തേൾ സുരക്ഷിതമായി നടന്നു നീങ്ങി. സന്യാസി കണ്ണുകൾ അടച്ചു പറഞ്ഞു, മക്കളെ, മറ്റുള്ളവരുടെ ഇരുട്ട് നമ്മുടെ പ്രകാശം കെടുത്താൻ ഒരിക്കലും അനുവദിക്കരുത്. അവരുടെ സ്വഭാവം വേദനിപ്പിക്കുന്നതാവട്ടെ, നമ്മുടെ സ്വഭാവം കരുണയാവട്ടെ. ലോകം പരീക്ഷിക്കുമ്പോഴും നമ്മുടെ സ്വഭാവം മങ്ങാതിരിക്കട്ടെ. അതാണ് യഥാർത്ഥ ശക്തി.